എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ജൂൺ 19. സാക്ഷര കേരളത്തിൻ്റെ സാംസ്കാരിക തനിമ നിലനിർത്തുന്ന അറിവിൻ്റെ മഹത്വം വിളിച്ചോതി മറ്റൊരു വായനാ ദിനം കൂടി. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് വായനയുടെ അത്ഭുത ലോകത്തേക്ക് ഓരോ മലയാളിയെയും കൈപിടിച്ചുയർത്തിയ മഹാനാണ് പി.എൻ. പണിക്കർ. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവും പ്രചാരകനുമായിരുന്ന പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി 1996 മുതൽ ആചരിച്ചു തുടങ്ങിയത്. വായനാശീലം മറന്ന് ആധുനിക യുഗത്തിൻ്റെ മുഖച്ഛായയായ സ്മാർട്ട് ഫോണുകളിലേക്ക് ഒതുങ്ങിയ, വായനാശീലം അന്യമായിക്കൊണ്ടിരിക്കുന്ന പുതുതലമുറയ്ക്ക് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ വായനാ ദിനവും. ഇന്ന് നാം അന്തസ്സോടെ ഉയർത്തിക്കാട്ടുന്ന സമ്പൂർണ്ണ സാക്ഷരതയും വായനയുടെ പ്രാധാന്യവും അതുവഴി വായനാലോകത്തിലേക്കും കൈപിടിച്ചെത്തിക്കാൻ ശ്രമിച്ച മഹത് വ്യക്തികളുടെ ത്യാഗത്തിൻ്റെ ദിനം കൂടിയാണിന്ന്. അത്തരത്തിൽ പ്രഥമ സ്മരണീയനായ വ്യക്തിയാണ് പുതുവായിൽ നാരായണ പണിക്കർ എന്ന പി.എൻ. പണിക്കർ. അദ്ദേഹം 1926 സ്ഥാപിച്ച വായനശാലയാണ് സനാതനധർമ്മം വായനശാല. കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും ഗ്രന്ഥശാലകൾ രൂപീകരിക്കാനും അവ വായനശാലകൾ മാത്രമായി ഒതുങ്ങാതെ അതത് ദേശത്തെ സാംസ്കാരിക കേന്ദ്രങ്ങളായി ഉയർത്താനും അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾക്ക് സാധിച്ചു. വാക്കുകളിലൂടെ ദൃശ്യജ്ഞാനം നൽകുന്ന മഹത്തായ പ്രതിഭാസമാണ് വായന. വായനയാണ് ഒരു മനുഷ്യനെ പൂർണ്ണനാക്കുന്നത്. അത് നമുക്ക് അറിവും സാംസ്കാരിക ബോധവും തരുന്നു. തുറന്ന കണ്ണുകളിലൂടെ നിറമുള്ള സ്വപ്നങ്ങൾ കാണിക്കുന്ന വായനയെ, പുസ്തകങ്ങളെ നമുക്ക് നമ്മുടെ ഉയർച്ചയ്ക്കായി പ്രണയിക്കാം.